ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കോൺഗ്രസിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ രണ്ട് ചോദ്യങ്ങളുണ്ട്. ഐസൻ ജോസ് കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ഐസൻ, ഇത് രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഒന്ന്, പാർട്ടിക്ക് പുറത്താക്കി ഇനി MLA സ്ഥാനം രാജിവെക്കുന്നതിലൊക്കെ തീരുമാനം രാഹുലാണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ് മാറി നിൽക്കാൻ എത്രത്തോളം കോൺഗ്രസ് സാധിക്കും? ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ആദ്യത്തെ അതിജീവിത മുഖ്യമന്ത്രിക്ക് മുമ്പാകെ എത്തി പരാതി നൽകിയതിന് തൊട്ട് പിന്നാലെ ഏതാണ്ട് 3 മണി കഴിഞ്ഞപ്പോൾ തന്നെ കൃത്യമായി തന്നെ KPCC പ്രസിഡന്റിനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും പരാതി നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ്. മെയിൽ വഴിയാണല്ലോ. അതിൻ്റെ ഡിജിറ്റൽ തെളിവുകളൊക്കെ സ്വാഭാവികമായിട്ടും അത് അക്ഷരം പ്രതി ശരിവെക്കുന്ന രീതിയിലായിരിക്കുമല്ലോ. പക്ഷെ ഒരൊറ്റ അക്ഷരം ഈ KPCC നേതൃത്വം മിണ്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ധാർമ്മികമായി പറയുന്നൊരു പാർട്ടി എന്തുകൊണ്ട് ആ പരാതി മറച്ചുവെച്ചു? ആ ചോദ്യം രണ്ടാമത് ഉയർന്നു നിൽക്കുന്നു. തീർച്ചയായും ശ്യാം, ഈ പരാതികൾ മറച്ചുവെച്ചു എന്നുള്ളത് ഒരു ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റകൃത്യമായി തന്നെ കാണേണ്ടി വരും. കാരണം നമുക്കറിയാം, ആ പരാതിയുടെ, അതായത് രണ്ടാമത്തെ അതിജീവിത നൽകിയ പരാതിയുടെ കണ്ടന്റ് വായിച്ചാൽ അറിയാം എന്ത് കുറ്റകൃത്യമാണ് ഇയാൾ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന്. സ്വാഭാവികമായും അത്തരമൊരു കുറ്റകൃത്യം ചെയ്തു എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ മേശപ്പുറത്ത് ഒരു പരാതിയായി എത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മേശപ്പുറത്ത് ഒരു പരാതിയായി എത്തുകയാണെങ്കിൽ, ആ പരാതിയിൽ തനിക്കെടുക്കാനുള്ള നടപടി ഇല്ല എന്ന് തിരിച്ചറിയുകയും അത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതാണ്, അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് അത് പോലീസിന് ഫോർവേഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധപ്പെട്ട അധികാരികൾക്ക് അത് കൈമാറുകയും ചെയ്യേണ്ടത്. അത്തരമൊരു നീക്കം നടത്താതിരുന്നു എന്നുള്ളത് കൃത്യമായ ഒരു വീഴ്ച, അല്ലെങ്കിൽ കൃത്യമായൊരു തന്ത്രം തന്നെ അവിടെ നടത്തി അത് ഒഴിവാക്കാനുള്ളൊരു നീക്കം നടത്തിയെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വാഭാവികമായും ഈ പരാതി 28-ാം തീയതി ഒന്നാം അതിജീവിതം നൽകിയ പരാതി മാറ്റിവെച്ചിട്ടുണ്ട്, പൂഴ്ത്തിവെച്ചിട്ടുണ്ട് എങ്കിൽ അതൊരു കുറ്റകൃത്യം തന്നെയാണ്. അത് വിചാരണവേളയിൽ അത് പുറത്തു വരികയും ചെയ്യും. അതായത് ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടന്നുവെന്ന് ഔദ്യോഗികമായി കൃത്യമായി സ്വന്തം കൈപ്പടയിൽ അതിജീവിത എഴുതി ഒരാൾക്ക് കൈവശം കൊടുത്താൽ അത് ബന്ധപ്പെട്ട അധികാരികളെ ഏൽപ്പിക്കേണ്ടത് ഒരു പൗരൻ്റെ പോലും ഉത്തരവാദിത്തമാണ്. കുറ്റകൃത്യം നടന്നു എന്നറിഞ്ഞാൽ അത് അറിയിക്കേണ്ട ഉത്തരവാദിത്തം ഒരു പൗരനുണ്ട്. സ്വാഭാവികമായും ആ പൗരൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നീക്കം ഉണ്ടാകേണ്ടത് അത്രയും ലളിതമായി ചിന്തിച്ചാൽ പോലും ഉണ്ടാകേണ്ടതാണ്. അതുപോലെ തന്നെ കുറെ കൂടി വിശാലമായി ചിന്തിച്ചാൽ പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ കയ്യിലാണ് ഈ പരാതി എത്തിയിരിക്കുന്നത് എന്നത് തന്നെ ഏറ്റവും ഗൗരവമേറിയൊരു വിഷയമാണ്. ആ വിഷയത്തിലൊരു ഇടപെടൽ നടത്തിയില്ല എന്നുള്ളത് മനഃപൂർവ്വം വരുത്തിവെച്ച ഈ രാഹുലിന് അനുകൂലമായി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി എടുത്ത ഒരു നിലപാട്. ഇപ്പോൾ കുറച്ചുകൂടി ആരോപണം ശക്തമാക്കിക്കൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തിയിട്ടുണ്ട്. പാലക്കാട് മാഫിയ തന്നെയാണ് ഈ വിഷയത്തിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്നത്. കോൺഗ്രസിനുള്ളിലെ മാഫിയ സംഘത്തെ നിയന്ത്രിക്കുന്നത് ഷാഫി പറമ്പിലാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം.